പ്ലീസ്. ഡെയ്സിയാണോ ഇതൊക്കെ ചെയ്തത്? സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പറന്നു വന്നാ ഇതൊക്കെ ചെയ്തത്. ഡെയ്സി എന്നെ കളിയാക്കുകയാണോ? ഞാനാ ചെയ്തത്. ഇനി ഈ മുറി ഇങ്ങനെ വേണം ഇരിക്കാൻ. എന്റെ ചെരുപ്പ് തുടയ്ക്കാനും തുണി കഴുകാനുമുള്ളതല്ല ഈ കൈകൾ. ചേട്ടാ, കൊച്ചുനാളിൽ ചേട്ടൻ എന്റെ ചെരുപ്പ് തുടച്ചു തന്നിട്ടില്ലേ? തുണി കഴുകി തന്നിട്ടില്ലേ? ഞാൻ ഈ ബംഗ്ലാവിലെ വേലക്കാരനല്ലേ? ചേട്ടൻ ഇപ്പോഴും അങ്ങനെയാണോ കരുതുന്നത്? എന്നാൽ ഞാൻ ഈ മുറിയിലെ ജോലിക്കാരിയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് പ്രായമായൊരു പെണ്ണാണ്. ജീവിതത്തിൽ പലതും പഠിക്കേണ്ടവളാണ്. ഡെയ്സി, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഒന്നും പറയണ്ട. കോഫി കുടിച്ചിട്ട് വന്ന് കുളിക്ക്. വെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ട്. സ്ഥലവും കാണുന്നില്ലല്ലേ? ആ വാടി, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. അല്ല, ഇതാര്? രാഘവ് സാറോ? എങ്ങോട്ട് പോവാ? എവിടെയും പോകുന്നില്ല. പിന്നെ വണ്ടി കയറി എന്തിനാ? അറിഞ്ഞിട്ട് എന്ത് വേണം? എടി, പഴയ ആളുകളെ കണ്ടിട്ട് പുള്ളിക്കാരനെ പിടിച്ചില്ല. ചില നേരത്ത് കണ്ണേ കരളേന്നൊക്കെയാ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഓമാരൊക്കെ ഇങ്ങനെയാടി. സാർ, എന്താ വരാ? ഡാഡി, ബാലിനെ ഡ്രൈവറായി നിയമിച്ചിരിക്കുന്നു. അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണിത്. ഐ സി. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. എല്ലാം സാറിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഡെയ്സി. നോ നോ നോ, ഡ്യൂട്ടിയിൽ കറക്റ്റ് ആയിരുന്നത് കൊണ്ടാണ് നിനക്ക് ഇപ്പോഴും പോസ്റ്റ് കിട്ടി. ഐ എം വെരി പ്രൗഡ് ഓഫ് യു ബാലൻ. എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം ഇത് മാത്രമായിരുന്നു സാർ. സാധാരണ ഷണ്ടിങ് പോസ്റ്റും ഗുഡ്സും കഴിഞ്ഞ് ലൈൻ ഷിഫ്റ്റ് കിട്ടാറുണ്ട്. നിനക്ക് തുടക്കത്തിലെ അതിന് തന്നെ ഓർഡർ കിട്ടിയിരിക്കുന്നു. ഡാഡി, ഈ സന്തോഷത്തിന് നമുക്കൊരു പാർട്ടി നടത്തണം. യെസ്, ആദ്യത്തെ പാർട്ടി എന്റെ വക. ഡെയ്സി, ഗെറ്റ് എ ഗ്ലാസ്. Come on. Come on, man. സാർ, ഞാൻ Come on. Cheers. Cheers. അവിടെ ഒഴിക്കേ. അവിടെയും കുറച്ച് ഒഴിച്ചേരും. എനിക്കും ബാലനും നിലമ്പൂർ ലൈനാണ് കിട്ടിയിരിക്കുന്നത്. നാളെ തന്നെ ഡ്യൂട്ടി കയറണം. വളച്ചോളെ നിരീക്ഷണം കേറിക്കോളേ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ റാണി ഇവിടെ ആക്കിയിട്ട് പോകുന്നത് ബുദ്ധിമുട്ടാവില്ലല്ലോ നമുക്ക്? ബുദ്ധിമുട്ടാണ്. രാഘവൻ ഇത്രയും നാളായിട്ട് നമ്മളെ പുടി കിട്ടിയിട്ടില്ല അല്ലേ? നമ്മൾ എച്ചിൽ ഗ്ലാസ് കഴിവുന്നവനാണെങ്കിലും നമ്മുടെ കൽബിൽ എച്ചിലില്ല. അതുകൊണ്ടല്ലേ എന്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പൊന്നു മോളെ, നമ്മൾ ഉയരിന്റെ ഉയര് പോലെ നോക്കിക്കൊള്ളാം. അച്ഛൻ പോയിട്ട് വരാം. സൈനബാ, നീ അകത്ത് പോയി ആ പഞ്ചാരയുടെ പാട്ടഞ്ഞെടുത്തോണ്ട് വാ. എന്തിനാ നമുക്ക് പഞ്ചസാര? ആദ്യമായിട്ട് ഡ്രൈവറായിട്ട് വണ്ടി കയറാൻ പോയില്ലേ, അതിനു മുമ്പായിട്ട് ഇമ്മിണി മധുരം കഴിച്ചോണ്ട് വേണം കയറാൻ. വളച്ചോ നല്ലത് വരുത്തട്ടെ.
നമുക്ക് ഞാൻ വരട്ടെ. മോക്ക് പഞ്ചാര വേണ നിനക്ക് പഞ്ചാര കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. കൊടുക്ക ഡാക്ടർ പറയരുത് പഞ്ചാര കഴിച്ചുകൊണ്ടാണ് നിന്റെ പാത്രത്തിന് കുഴപ്പമുണ്ടായെന്ന്. മിണ്ടാണ്ടേ. ആ ഭാഗത്ത് സ്റ്റേഷൻ എടുക്കാതെ. സരോജിനി, നീ അപ്പുറത്ത് പോയിരുന്നു. ആ. വണ്ടി നിൽക്കുമ്പോ നീ ആദ്യം ഇറങ്ങണം. ഞാൻ ഈ ചാക്ക് കെട്ട് ജനലിൽ എടുത്ത് തന്നേക്കാം. ആ ശരി. ആരടി ഈ ചാക്ക് കെട്ട്? ഇതിന് ഉടമസ്ഥനില്ലേ? എന്നാ ഇതെടുത്തോണ്ട് ആരാ പുറത്തിറങ്ങുന്നു കാണാമല്ലോ. ആത്മവിദ്യാലയമേ സാറേ. കണ്ണ് കാണാൻ വയ്യാത്തവനാണ്, എന്തെങ്കിലും തരണേ. അവനിൽ ആത്മവിദ്യാലയമേ സാറേ. ആശാനിത് ഇവിടുന്ന് ഓരോ പുതിയതിനെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ വന്ന് വീഴുന്നതാടാ കരിയപ്പലെ. ആശാനെ, സരോജനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താടാ കരിയപ്പലെ? ആളെ കൈ കിട്ടി കഴിഞ്ഞാ പിന്നെ ഒരു കലിയ. ഒരുമാതിരി ഉള്ളവന് ഉടുതുണി ഇട്ടേച്ച് ഓടിപ്പോകും. അതെ, നിന്റെ അമ്മയാ. എന്റെ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ എന്തോ ചെയ്യൂടാ? എന്റെ അമ്മയ്ക്ക് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം. ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കിയാലുണ്ടല്ലോ, അടിച്ചിനെ കരണപ്പിക്കാൻ തെറിപ്പിക്കും. വല്ല പോലീസുകാർ വന്ന് കയറിയാൽ കഞ്ഞൂടി മുട്ടും. ഇതേപോലെ അതിന് നേരെ പുറത്ത് പറഞ്ഞാ എന്തോ ചെയ്യണം? വല്ലോ നല്ല ചക്രം ഉണ്ടാക്കാനുള്ള സമയത്ത് എന്തിനാ വഴക്കൊക്കെ? നീ പോ ഇരടാ അവിടെ. എത്രയാണ്? 10. പോക്കറ്റ് നിറച്ച് കാശും ഒന്ന് വളഞ്ഞു. ഒടുക്കത്തെ കുടിയായി പോയല്ലടാ. അവളെ അമ്മയ്ക്ക് പറഞ്ഞതിന്റെ വിഷമം കൊണ്ട് കുടിച്ചു പോയതാ. ഇഷ്ടമുള്ള തന്നോ. എവിടെയാ നമുക്ക് കൂടുതൽ? അതിനല്ലേ സർക്കാർ പൈപ്പ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പൈപ്പിനകത്തോ? വല്ലാതെ കാണത്തില്ലേ? കാണുന്നവർ കണ്ണടച്ചുകൊണ്ട് പോയിക്കോളൂ. സാർ വന്നാട്ടെ. അവക്ക് ഇരിക്കാൻ വേണ്ട ഒരു സ്ഥലമേ. ഇതാ, 10 രൂപയോ? ഇഷ്ടമുള്ളത് തന്നാ മതി എന്നല്ലേ നീ പറഞ്ഞത്? അതിന് ഇതേ തന്റെ പെണ്ണുമ്പിള്ളിക്ക് കൊണ്ടേ കൊടുക്കും. മര്യാദയ്ക്ക് 50 രൂപ തന്നു. 50 രൂപയോ? ഇതെനിക്ക് എന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനുള്ള കാശാ. ആഹാ, വീട്ടിൽ സാധിക്കുന്ന കാര്യം ഇവിടെ സാധിച്ചില്ലേ? ഒരേക്ക് കാശോ? കാശ് തരാതെ തന്നെ ഞാൻ വിടത്തില്ല. എന്തോടി വഴക്ക്? കാര്യം കഴിഞ്ഞപ്പോഴേ ഇയാൾ കാശ് തരുന്നില്ല. തടങ്ങിയാക്കാതെ കാശ് കൊടുക്ക്. അത് കൊണ്ടുപാടോ. എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള കാശാ. വീട്ടിൽ ദേ ഇത് കൊടുത്താണ്. 10 രൂപയോ? എന്തിനാ? എന്തിനെന്ന് നീ വെച്ചു. 10 രൂപയോ? എടാ കാലമാടാ, നീ കൊല പഠിക്കത്തില്ല.
എന്താ 2-3 തെമ്മാടികൾ എന്നെ പിടിക്കാൻ ഓടിച്ചോണ്ട് വരുന്നു. അയ്യോ, നീ ഓടി രക്ഷണമെന്ന് കരുതിയോ? മാറി ഇവിടെ. നമ്മളെ പിടിക്കാൻ വരട്ടെ. സംഗതി എന്താ? ഇവിടെ ഞങ്ങളെ കാശും മേടിച്ചിട്ട് ഓടിയിരിക്കുന്നു. കാശ് വാങ്ങിച്ചെങ്കിലേ മര്യാദയ്ക്ക് കൂടെ ചെല്ലേ. അയ്യോ ചേട്ടാ, ഞാൻ അത്രക്കാരിയല്ല. ദൈവസാക്ഷിയായിട്ട് ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു. കാശ് മേടിച്ചിരിക്കണേ, കൈ നിറച്ച് കാശ് തരാം. വാടി. അയ്യോ, എന്നെ വിട്. ഓ, അങ്ങനെയാണോ സംഭവം? മര്യാദയ്ക്ക് ഇവിടെ കയ്യിൽ നിന്ന് ഇവിടെ. അങ്ങനെ നോക്കോ? അയ്യോ എന്നെ തല്ലല്ലേ, ഓടാ. നീ ഏതാ? എനിക്ക് ആരോരുമില്ല. ഞാൻ ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. അർദ്ധരാത്രിയാണോ ജോലി അന്വേഷിക്കുന്നത്? ഒരുപാടടുത്ത് അലഞ്ഞിട്ട് രാത്രി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കിടക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഇവന്മാർ പുറകെ കൂടിയത്. ഓഹോ,